നോമ്പ് തുറക്കുന്ന സമയം ഏറ്റവും കൂടുതൽ ഇജാബത്ത് കിട്ടുന്ന സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ചിരിക്കുന്ന സദ്യയെ സംബന്ധിച്ചും മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്യുന്നതിന് പകരം അല്ലാഹുവിനോട് ധാരാളമാണ് ഈ പറയേണ്ടത്. ഏതൊരു മനുഷ്യനും ഒരു പണി തീരുന്ന സമയത്തല്ലേ കൂലി കിട്ടുക. ആ നിലക്ക് നോമ്പ് തുറക്കുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ റബ്ബിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന സമയമെന്ന നിലക്ക് അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ وادخلني الجنة يا رب العالمين. എല്ലാവരും ചൊല്ലിക്കോ, اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني. പലരും പറയുന്ന സമയത്ത് اللهم اعتقني എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, അല്ലാഹുമ്മ എന്ന് കഴിഞ്ഞതിന് ശേഷം അഅ്തിഖ്നി എന്ന അക്ഷരം അത് നമ്മൾ ശരിക്കും മൊഴിഞ്ഞ് ഫത്ഹോടുകൂടി മൊഴിഞ്ഞുകൊണ്ടാണ് ആ ദിക്ർ അല്ലെങ്കിൽ ആ ദുആ നടത്തേണ്ടത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഅ്തിഖ്നി, എന്നെ നീ മോചിപ്പിക്കണം, മിനന്നാർ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം. താണ് വീണുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം അത്, അല്ലാതെ വെറും നാവുകൊണ്ട് ഇങ്ങനെ ചൊല്ലലാകരുത്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ. അത് അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ഉള്ള സമയമാണ് നോമ്പ് തുറക്കുന്ന സമയം. അസ്സായിമു ഹീന യുഫ്തിറു, നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്ന സമയത്ത് ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, എത്രയോ ആളുകളെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മാസമാണിത്. സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളെ ഉമ്മബാപ്പമാരെയും ഞങ്ങളെ ഉസ്താദുമാരെയും ശിഷ്യന്മാരെയും ഞങ്ങളെ സ്നേഹിച്ച സർവ്വ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും നിന്റെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണം റഹ്മാൻ. നിന്നോട് അതിന്റെ പേരിൽ ആരും ചോദ്യം ചെയ്യാനില്ല. ഞങ്ങളെല്ലാം നരകത്തിൽ നിന്ന് മോചിപ്പിച്ചതുകൊണ്ട് നിനക്കൊന്നും കുറഞ്ഞു പോകാനില്ല.